ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വർണ്ണകൂടാരം പദ്ധതി ദർശനം സാംസ്കാരിക വേദിയിൽ ആരംഭിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചൂലൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തി സാഹിത്യ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താനും നല്ല പൗരന്മാരാക്കാനും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ രൂപം നൽകിയ വർണ്ണകൂടാരം പദ്ധതി കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയിൽ തുടങ്ങി. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചൂലൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തില് ബോർഡുകളൊക്കെ ഇംഗ്ലീഷിലാണ്, അടിയിൽ മലയാളം വേണം, നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധം വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷിലെ ബോർഡ് കഴിയും. ഒരു നിയമം വന്നിട്ടുണ്ട്, ഇത് കർശനമായി നടപ്പിലാവുമെന്നാണ് പറയാൻ പോകുന്നത്. ബോർഡുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ 5000 രൂപ മേലോട്ട് 1,00,000 രൂപ വരെ ഫയലിടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ മലയാളം ഇംഗ്ലീഷും വേണം. മലയാളം എന്തായാലും നിർബന്ധമാണ്. മറ്റൊരു ഇംഗ്ലീഷ് രണ്ടോ ഹിന്ദിയോ ഒക്കെ ആവാം, പക്ഷെ മലയാളം നിർബന്ധമായിട്ട് വേണം. 16ാം വാർഡ് കൗൺസിലർ MP ഹമീദ് അധ്യക്ഷനായി. ദർശനം ബാലവേദി മെന്റർമാരായ P തങ്കം, P ജസീലുദ്ദീൻ, കലാകാരനും മുൻ അധ്യാപകനുമായ ND ഉണ്ണികൃഷ്ണൻ, വനിതാവേദി പ്രവർത്തക പ്രസന്ന നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനറും കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടറുമായ കല്ലറയ്ക്കൽ സതീശൻ സ്വാഗതവും ദർശനം ഗ്രന്ഥശാല സെക്രട്ടറി TK സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ആടാം പാടാം പരിപാടിയുമായി പ്രമുഖ നാടക സംവിധായകനും നടനുമായ KV വിജേഷ് 1ാം സെഷൻ കൈകാര്യം ചെയ്തു. മെയ് 5 മുതൽ 25 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കാർഷിക സംസ്കൃതി, കഥാ കവിതാ രചന, ആസ്വാദനം, ഒറിഗാമി, പാവനിർമ്മാണം, ക്ലേ മോഡലിംഗ്, ജല അറിവ്, മണ്ണറിവ്, വരച്ചു പഠിക്കാം, കുരുത്തോലക്കളരി, നീന്തൽ പരിശീലനം, കുട്ടികളുടെ മനഃശാസ്ത്രം, ലഹരിക്കെതിരെയുള്ള ഉണർത്തുപാട്ടുകൾ, യോഗ, ധ്യാന പരിശീലനങ്ങൾ, നാടകാവതരണം, പൂമ്പാറ്റയും കുട്ടികളും തുടങ്ങിയ വിഷയങ്ങളിൽ അതാതു രംഗത്തെ വിദഗ്ധർ പരിശീലകരായി എത്തുമെന്ന് സെക്രട്ടറി TK സുനിൽകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.